ഗൈസ്, അങ്ങനെ ഇന്ത്യൻ വുമൻസ് ടീം ICC വുമൻസ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കുന്നു. ന്യൂസിലൻഡിനെതിരെ ഇന്നലെ വളരെ നിർണായക ഒരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ വിജയം കണ്ടാണ് ഇന്ത്യ സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കുന്നത്. ഇപ്പം സെമി ഫൈനലിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇന്ത്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. ഇന്ത്യയുടെ ഒപ്പോണൻസ് ആര് എന്നുള്ളത് നമുക്കിത് നിർണ്ണയിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ തന്നെ 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് വരുന്ന ടീമുമായിട്ടായിരിക്കും ഇന്ത്യയുടെ മത്സരം വരിക. മോസ്റ്റ് പ്രോബബ്ലി ഓസ്ട്രേലിയ ആയിരിക്കും ഇന്ത്യയുടെ ഒരു ഒപ്പോണൻസ് ആയിട്ട് വരിക. എന്നാണെങ്കിലും ഈ മത്സരം ന്യൂസിലൻഡിനും വളരെ അനിവാര്യമായിരുന്നു അവർക്ക് സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ. പക്ഷേ ഇന്ത്യ ഒരു ആധികാരികമായുള്ളൊരു വിജയം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നേടിയെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോറൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിലും പ്രതീക്ഷിക്കാമോ? കാരണം മുമ്പ് നമുക്ക് ഇടയ്ക്ക് വെച്ച് കലവടയ്ക്കുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെയും നല്ലൊരു സ്കോറൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തിട്ടും വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂസിലൻഡിനെതിരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ മഴയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 49 ഓവറിൽ 343 എന്ന് പറയുന്നൊരു നിലയിലാണ് എത്തിയത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യ വിക്കറ്റിലുള്ള ഒരു പാർട്ണർഷിപ്പാണ്. 212 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് പോകുന്നത് തന്നെ 33.2 ഓവർ ആകുന്ന സമയത്താണ്. അത്രയും നേരം ആ ഒരു ആദ്യ വിക്കറ്റ് നിലനിന്നു. അതിൽ സ്മൃതി മന്ദന 95 ബോൾ 109 വളരെ മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത്. അതുപോലെ പ്രതികയുടെ ഒരു ഇന്നിങ്സ് ആണെങ്കിലും 134 ബോളിൽ 122 റൺസ്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ജമീമ ആണെങ്കിലും 76 റൺസ് എടുത്തു. വളരെ മികച്ച രീതിയിൽ വന്നവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും ഒരു സ്കോർ ഇന്ത്യക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്നാൽ മഴയുടെ ഒരു പ്രശ്നങ്ങളെ കാരണം ഇപ്പം DL റൂൾ പ്രകാരം വീണ്ടും ഇപ്പം 44 ഓവറിൽ 324 എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യം ന്യൂസിലൻഡിന് വരികയാണ്. ഇതിലിപ്പം ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമാകുന്നൊരു സാഹചര്യം, ഒരു 100 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് പോലും അവർക്ക് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 271-8 എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവർ 44 ഓവർ എത്തുമ്പോൾ. അങ്ങനെയാണ് ഇന്ത്യ 53 റൺസിൻ്റെ ഒരു വിജയം സ്വന്തമാക്കുന്നത്. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ബ്രൂക്ക് ഹാലിഡേ 81 റൺസ് എടുത്തു 84 ബോളിൽ. അതുപോലെ ഇസാബെല്ല ഗേസ് 51 ബോളിൽ 65 റൺസും പിന്നെ അമേലിയ 53 ബോളിൽ 45 റൺസും. ഇതാണ് അവരുടെ ബാറ്റിംഗ് പെർഫോമൻസിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ ബോളേഴ്സ് വിക്കറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു. നന്നായിട്ട് പിടിച്ചാണ് എറിഞ്ഞത്. അധികം റൺസ് ഒന്നും കൊടുക്കാതെ എക്കോണമിയൊക്കെ പിടിച്ചിട്ടാണ് എറിഞ്ഞത്. ഇപ്പം രേണുകയും അതുപോലെ ക്രാന്തി ഗൗഡുമാണ് 2 വിക്കറ്റുകൾ നേടിയത്. അതുപോലെ ബാറ്റ് കൊണ്ട് എന്നതുപോലെ തന്നെ ബോൾ കൊണ്ടും ഇപ്പോൾ പ്രതിക ഒരു അത്യാവശ്യം ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെച്ചു. കാരണം 4 ഓവറിന് 19 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് ഒരു വിക്കറ്റും നേടി എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനി ഇന്ത്യക്ക് ഒരു മത്സരം കൂടിയാണ് അവശേഷിക്കുന്നത്. അത് ബംഗ്ലാദേശിനെതിരെയാണ്. സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയൊക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ മത്സരമുണ്ട്. അതോടുകൂടി ഇനിയിപ്പോൾ ഒരു ലീഗ് സ്റ്റേജ് മത്സരം കൂടി കഴിയുമ്പോൾ എന്താണെങ്കിലും അതിനുശേഷം നമുക്ക് ഒരു സെമി ഫൈനലിൻ്റെ ഒരു പിക്ചർ കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ചോദിച്ചാൽ സൈനിങ് ഓഫ്.